വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലെ കോഴ വിവാദം. വിജിലൻസ് കേസെടുക്കാൻ വേണ്ടി അനുമതി ചോദിച്ചിരിക്കുകയാണ്. അടിയന്തരമായിട്ട് CPM ഇതിനകത്ത് പങ്കില്ലെങ്കിൽ വിജിലൻസിന് അത് അനുമതി കൊടുക്കുകയും ഈ കോഴ വാങ്ങിയ ജാഫറിനെ അറസ്റ്റ് ചെയ്യുകയും വേണം. തീർച്ചയായും നമുക്കറിയാം, ഇതിൻ്റെ അനുമതി ചോദിച്ചിട്ടുള്ളത് ഗവൺമെൻറ്റിനോടാണ്. ഇതിന് നടപടിക്രമങ്ങളിൽ വിജിലൻസിന് കേസെടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഗവൺമെൻറ് അനുമതി കൊടുക്കണം. പക്ഷേ ഗവൺമെൻറ് അനുമതി കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗം നിൽക്കുന്ന, ഗവൺമെൻറ്റിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന കുറച്ച് ആളുകളാണ് ഇതിനകത്തുള്ളത്. പ്രത്യേകിച്ച് വടക്കാഞ്ചേരി MLA, മുൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ വേറൊരു MLA. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് MLA-മാരും ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഇതിനകത്ത് വളരെ സജീവമായിട്ട് നിലനിൽക്കുമ്പോൾ വിജിലൻസിന് ഗവൺമെൻറ് അനുമതി കൊടുക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്, കോഴ വാങ്ങിയത് ജാഫർ കിട്ടുമെന്നുള്ളത് ജാഫർ സമ്മതിച്ച കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് ഞങ്ങൾ അതിശക്തമായിട്ട് ആരോപിക്കുന്നു, വടക്കാഞ്ചേരി MLA-യും അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഇതിനകത്ത് വലിയ ചർച്ച നടത്തി അവരാണ് ഇതിൻ്റെ സൂപ്പർവിഷൻ നടത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. FIR ഇട്ട് അടിയന്തരമായിട്ട് അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തുന്നതിന് മുൻപേ FIR ഇട്ട വഴിക്ക് തന്നെ ഈ ജാഫറിനെ അറസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇതിൻ്റെ വിജിലൻസ് ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് മൊഴി കൊടുക്കാൻ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് മൊഴി കൊടുക്കും. ഞങ്ങളിലുള്ള തെളിവുകളും പിന്നെ അവർക്ക് കൊടുക്കും. പക്ഷേ ഇത് അനുമതി കൊടുക്കണം എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കണം. അല്ല, വിജിലൻസ് ഇതുവരെയായിട്ടും ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല. വിജിലൻസ് ഞങ്ങളുടെ ഇത് കേസെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, FIR ഇട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടി മൊഴിയെടുക്കണം എന്നാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ JJ Gold & Diamonds, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ.